ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏത് പടമാണ് കൊണ്ടുവന്നതെന്നാൽ ഈ ഒരു സിനിമയുടെ പാർട്ട് 2 റീസെൻ്റായിട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഫസ്റ്റ് ഭാഗം കണ്ടപ്പോൾ എങ്ങനെ എടുത്തു വെച്ചെന്ന് ചോദിച്ചാൽ പറയാൻ വാക്കുകളേ ഇല്ല. സോ അത്രത്തോളം സിനിമ സൂപ്പർ ആയിട്ടാണുള്ളത്. എന്ത് ടിസ്റ്റ് ആൻഡ് ടേംസ് ആണെന്ന് അറിയും. ഈ ഒരു രണ്ട് പടങ്ങളും ചേർത്ത് പറയാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കഥ ഷോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കഴിയുന്നേ ഇല്ല. സോ അത്രത്തോളം ടിസ്റ്റ് ആൻഡ് ടേംസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു കപ്പിൾസ് അവരുടെ വീട്ടിൽ ഒരു വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ ഹസ്ബൻഡായിട്ടുള്ള ഹീറോ മരിച്ചു പോകുന്നുണ്ട്. അവരുടെ കൈ മാത്രമാണ് ബാക്കി കിട്ടുന്നത്. എന്നാൽ അവരുടെ മരണത്തിൽ ഒരു വലിയൊരു ട്വിസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അവരുടെ മരണം ഒരു ആപത്തല്ലെന്നും അവരെ കൊല ചെയ്തതാണെന്നും കണ്ടുപിടിക്കുമ്പോൾ പോലീസിൻ്റെ എല്ലാ നോട്ടവും ഹീറോയിൻ്റെ മേലേക്ക് തിരിയുന്നുണ്ട്. സോ ഹീറോയിനെ പിടിച്ച് അടിച്ച് വിചാരണ ചെയ്യുമ്പോൾ ആ ഒരു സമയം വരുന്ന പല ടിസ്റ്റ് ആൻഡ് ടേംസ് നിരയായിട്ട് നിരത്തി വെച്ചിട്ടുള്ള സിനിമയാണ് ഹാസൻ ദിൽറുബ. ഈ ഒരു സിനിമക്ക് പാർട്ട് 2 വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാർട്ട് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ഞെട്ടാം. അടുത്ത പാർട്ട് അതിന് ശേഷം നമുക്ക് കാണാം. സോ വെൽക്കം ടു സിനിമോട്ടോ 23. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അന്യഭാഷാ സിനിമാ കഥകൾ മലയാളത്തിൽ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറക്കാണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ട ആ ഒരു ലൈക്കും കൂടെ ചാപ്പിക്കോ. ഇപ്പോൾ നമുക്ക് സിനിമയിലേക്ക് പോകാം. പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. ആ ഒരു പെണ്ണാണെങ്കിൽ അവരുടെ വീടിന് മുന്നിൽ ഒരു കവർ നിറയെ വെട്ടി ഇറച്ച കഷ്ണങ്ങൾ അവരുടെ തെരുവ് നായ്ക്കൾ കെട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവരുടെ പിന്നിലുള്ള അവരുടെ വീട് ബ്ലാസ്റ്റ് ആക്കുന്നുണ്ട്. എന്തോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച പോലെ. ഇപ്പോൾ ആ ഒരു ശബ്ദം കേട്ട ഉടനെ വെപ്രാളപ്പെട്ട് വീട്ടിൽ പോയി നോക്കുമ്പോൾ ഒരു ശരീരം ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അതല്ലാണ്ട് ഒരു കൈ മാത്രം മാറ്റി കിടക്കുന്നുണ്ട്. അതിൽ റാണി എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. ആ ഒരു റാണി വേറെ ആരുമില്ല, അത് ഈ ഒരു പടത്തിലെ ഹീറോയിനാണ്. ആ ഒരു കയ്യെ ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഹീറോയുടെയും. അത് കണ്ടിട്ട് ഇപ്പോൾ ഹീറോയിൻ കരയാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കും പോലീസിലുള്ള ഒട്ടുമൊത്ത ഡിപ്പാർട്ട്മെൻറ്റും അവിടേക്ക് വന്നിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് വരേക്കും ഇതൊരു ഫയർ ആക്സിഡൻ്റ് ആണ്. അറ്റ് കിടക്കുന്ന കൈ ഹീറോയുടേത്. ഇപ്പോൾ ഒരേ ഒരു പ്രശ്നം എന്തെന്നാൽ അവർ മരിക്കുന്നതിന് മുന്നേ ഫലമായിട്ട് എന്തോ വെച്ച് അടിച്ചിട്ടുണ്ട്. സോ ഒരു ആയുധം വെച്ച് അടിച്ച പോലെയുണ്ട്. ആ ഒരു ആയുധം ഇവർക്ക് കിട്ടിയിട്ടില്ല. സോ ഇതൊരു ആപത്തല്ല, ഇതൊരു കൊല എന്ന് കണ്ടുപിടിക്കുന്നത്. ഇവർ കൊല ചെയ്തവരെ കണ്ടുപിടിക്കണം. നോക്കി അവൻ ഉപയോഗിച്ച ആയുധം കണ്ടുപിടിക്കണം. അപ്പോഴാണ് കൊലയാളിയെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടറോട് പറയും. അവരങ്ങനെ തിരിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹീറോയിനായ റാണിയെ നോക്കുന്നുണ്ട്. സോ അവരുടെ സംശയം ഫുള്ളായിട്ട് ഹീറോയിൻ്റെ മേലെയാണ്. അത് അങ്ങനെ കട്ട് ചെയ്ത് 6 മാസത്തിന് മുന്നേ, അതായത് ഈ ഒരു പടത്തിലെ ഹീറോയെ കണ്ടു ഒരുമാതിരി സൈലൻ്റ് ടൈപ്പാണ്. ഭയങ്കര ശോകത്തോടെ കുടുംബത്തോടെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ എവിടേക്കാണ് പോകുന്നത് എന്നാൽ ഇവർക്ക് പെണ്ണ് കാണാൻ പോവുകയാണ്. പിന്നെ എന്തിനാ ഇവരിങ്ങനെ ഷോക്കായിട്ട് ഇരിക്കുന്നത് എന്ന് നോക്കും. അവർ കട്ട് ചെയ്ത് വീണ്ടും 2 വർഷം മുന്നേ കാണിക്കുന്നു. ഹീറോക്ക് കല്യാണമായ കറക്റ്റ് സമയം തനിക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് മനസ്സാലെ ലവ് ചെയ്ത് ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം ജീവിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ ഇവരുടെ ലുക്ക് വെച്ച് പല സ്ഥലത്തുനിന്നും ഇവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് വേണ്ടി അവസാനമായിട്ട് കണ്ട പെണ്ണ് വീട്ടിൽ പോയി വരെ കണ്ടിട്ടുണ്ട്. പെണ്ണിനെ കണ്ട ഉടനെ ഇവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവളാണ്, ഇതിനുശേഷം ഇവളാണ് എന്ന് വിചാരിച്ച് കണ്ട ഉടനെ ലവിൽ വീണിട്ടുണ്ട്. എന്നാൽ ആ ഒരു പെണ്ണിനോട് തനിയെ സംസാരിക്കുമ്പോഴാണ് ഞാൻ വേറൊരാളെ ലവ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ അങ്ങനെ കൂടി പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആൾ 2 വർഷമായിട്ട് അത് കൊടുത്ത് ശോകത്തിലാണുള്ളത്. ആ ഒരു പെണ്ണിനെ കണ്ടത് വെറും 2 മിനിറ്റാണ്. എന്നാൽ 2 വർഷമായിട്ട് ഇതെന്നെ ആലോചിച്ച് നിൽക്കുകയാണ്. അവരുടെ അമ്മയും ഇത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. 2 മിനിറ്റ് കണ്ട പെണ്ണിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഏത് പെണ്ണിനെ കാണിച്ചാലും വേണ്ടെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഉള്ള പെണ്ണെ ഒന്ന് കാണും, പേര് റാണി എന്നാണ്. കാണാതെ തന്നെ റാണിയെ പോലെ ഉണ്ട്. ജാതകം അങ്ങനെ 100% പൊരുത്താണ്. അങ്ങനെ മൂഞ്ചി വെക്കല്ലേ. ഇപ്പോൾ ആ ഒരു പെണ്ണിൻ്റെ വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുകളിൽ നിന്ന് ഹീറോയിൻ നോക്കി നിൽക്കും. കണ്ട ഉടനെ ഇവർക്ക് ലുക്ക് ബേസായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കുടുംബമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ അമ്മ പറയുന്നുണ്ട് ഇവരുള്ള പലഹാരമൊക്കെ എൻ്റെ മോളാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് അത്രത്തോളം കൈപ്പുണ്യാണ് എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞ് വെച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ ഹീറോയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കും ഹീറോയെ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്മാർട്ടാണ് എന്ന് വിചാരിച്ച് നോക്കുന്നു. ഹീറോയിൻ്റെ ആൻറ്റി വന്നിട്ട് ഹസ്ബൻഡ് ജവാൽപൂരിയിൽ ഇലക്ട്രിസിറ്റിയിൽ എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞ ഉടനെ ഇത് കേട്ട ഉടനെ ഈ ഒരു ജവാൽപൂരി എന്ന് കേട്ട ഹീറോയിൻ്റെ മൂഞ്ചി ആകെ മാറിപ്പോകുന്നുണ്ട്. കാരണം ഹീറോയിൻ ഭയങ്കര മോഡേൺ ടൈപ്പാണ്. ഞാൻ ഈ ഒരു സിറ്റിയിലല്ലാണ്ട് ഞാൻ ഗ്രാമത്തിൽ ജീവിക്കണോ എന്ന് ചിന്തിക്കുമ്പോൾ ആൻറ്റി ഇങ്ങോട്ട് നോക്ക്, കഴിഞ്ഞ 5 വർഷത്തിൽ എൻ്റെ ജാതകത്തിന് കറക്റ്റായിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയ ആളാണെങ്കിൽ അവൻ്റെ മണ്ടയിൽ മുടിയുമില്ല. ഇപ്പോൾ ഇവരെ കിട്ടിയിട്ടുണ്ട്, പോയി സംസാരിച്ച് നോക്ക്, ഏരിയ ഒന്നും നോക്കണ്ട എന്ന് ഇവർ അഡ്വൈസ് ചെയ്യുമ്പോൾ ശരി ഓക്കെ സംസാരിക്കുക എന്ന് വിചാരിച്ച് രണ്ടുപേരും തനിയെ സംസാരിക്കുന്നുണ്ട്. തൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആവണം എന്ന് ഹീറോയിന് പല ആഗ്രഹങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ ആൾ കുറച്ച് ബോറിംഗ് ടൈപ്പാണ്. പൊതുവെ വന്ന് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് ഞാനുണ്ട് എൻ്റെ കാര്യങ്ങളുണ്ട് എന്നതുപോലെ ഉണ്ടായാൽ തന്നെ ബോറിംഗ് എന്ന് പറയും. അതുപോലെയാണ് ഹീറോ. എന്നാൽ ഹീറോയിൻ അങ്ങനെയല്ല, ഭയങ്കര ജോലിയാണ്. അവരാണ് സംസാരം തന്നെ തുടങ്ങുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണെന്നും എനിക്ക് ഈ ഒരു ഹൗസ് വർക്കൊന്നും അറിയില്ല, പക്ഷേ ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോംലി ആയിട്ടുള്ള പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അല്ല നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, നിങ്ങൾ ദിനേശ് പണ്ഡിറ്റിൻ്റെ നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ എന്ത് ദിനേശ് പണ്ഡിറ്റോ, നിങ്ങൾ പറയുമ്പോഴാണ് ആ ഒരു പേരെന്നെ കേൾക്കുന്നത്. എനിക്കെന്ത് ഹോബി, ജോലിക്ക് പോയ ഈവനിങ് വീട്ടിലെത്തും, അടുത്തടുത്ത വീടുകളിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട് എന്നൊക്കെ അതും ചെയ്തു കൊടുക്കും എന്ന് പറയും. അത് കേട്ട ഹീറോയിന് ഷോക്കായിട്ട് പെർഫെക്റ്റ് ടൈമിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് കിച്ചണിൽ കേട് വന്ന ഫാൻ റെഡിയാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഹീറോ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്.
അവിടെ എന്തോന്നിത് പയ്യൻ പോയിട്ട് ഒരുപാട് നേരമായല്ലോ എന്ന് പറഞ്ഞ് അമ്മ വന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഹീറോ ഫാൻ അയച്ച് തുറക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട ഉടനെ അമ്മ ഉടനെ നാളുന്നുണ്ട്. എന്നടാ പയ്യൻ ഇപ്പം തന്നെ ജോലി ചെയ്യിപ്പിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്ന ഉടനെ അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു പെണ്ണ് നിനക്ക് തീരെ സെറ്റ് ആവില്ല, അവൾ ഹൈ മെയിൻ്റനൻസ് പോലെ തോന്നുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് സെറ്റ് ആവില്ല, അവളെ മര്യാദക്ക് മറന്നോ എന്ന് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആൾ അവിടെ മെയിൻ മറന്നിട്ട് എൻ്റെ മനസ്സ് ഞാൻ അവിടെ റാണിക്ക് കൊടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ ഇവർ നിൽക്കും. അതോടെ ഹീറോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്തടുത്ത നാളുകളിൽ കല്യാണത്തിന് വേണ്ടിയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയും നിറയെ സംസാരിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കൂടെ ജീവിക്കുന്നത് ആലോചിച്ച് ഓരോരോ ദിവസവും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട്. ഹീറോയിന് ഇഷ്ടപ്പെട്ട ദിനേശ് പണ്ഡിറ്റിൻ്റെ നോവൽ വാങ്ങി വായിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഹയ്യസ്റ്റ് ആയിട്ട് ഹീറോയിൻ്റെ പേര് പച്ച കുത്തുന്നുണ്ട്. നാൾക്ക് ഹീറോയിൻ്റെ മേലുള്ള കാതൽ ഹീറോക്ക് അധികമാകുന്നുണ്ട്. അതുതന്നെയാണ് അവിടെയും. ഹീറോയിന് പല സ്വപ്നങ്ങളുടെ ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇവരോട് കല്യാണവും കഴിയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് പ്രസൻറ്റിൽ കാണിക്കുന്നുണ്ട്. അവൻ നിന്നെ എത്രത്തോളം ലവ് ചെയ്തിട്ടുണ്ടെന്നും നിൻ്റെ പേര് അവൻ കയ്യിൽ പച്ച വരെ കുത്തിയിട്ടുണ്ട്, എന്നാൽ അവനെ കൊല്ലാൻ എങ്ങനെ നിനക്ക് മനസ്സ് വന്ന് എന്ന് ഇൻസ്പെക്ടർ ഹീറോയിനോട് ചോദ്യത്തിന് മേലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഹീറോയിൻ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര എന്നെ കൊലയാളിയാക്കാൻ ശ്രമിച്ചാലും സത്യം ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല എന്നൊരു മറുപടി പറയും. ശരി, ഓക്കെ, നിങ്ങളുടെ കല്യാണ ജീവിതത്തെ പറ്റി പറ, കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പോലെ തന്നെ പുതുതായിട്ട് കല്യാണം കഴിയുന്നവരുടെ ജീവിതം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. അതുപോലെയാണ് ഇവരുടെ ജീവിതവും ആരംഭിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ്റെ വീട്ടിലേക്ക്, അതായത് ഹീറോയുടെ വീട്ടിലേക്ക് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ അതേ ട്രെയിനിൽ കല്യാണമായിട്ടുള്ള ന്യൂ കപ്പിൾസും വന്ന് ഇറങ്ങുന്നുണ്ട്. അവരെ വരവേൽക്കാനായിട്ട് ഏകപ്പെട്ട ഫ്രണ്ട്സ്, ബാൻഡ് വാദ്യങ്ങൾ എല്ലാം വന്ന് വരവേൽക്കുന്നുണ്ട്. എന്നാൽ ഇവരെ വരവേൽക്കാനായിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല. ഇതെല്ലാം ഹീറോയിന് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരും വന്നിട്ടില്ല. കാരണം നമ്മുടെ ഹീറോക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. ഒരേ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ ഒരു കാർ കൊടുത്തിട്ട് സൂപ്പർ മച്ച എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ മൈൻഡ് ആകെ അപ്സെറ്റ് ആകുന്നുണ്ട്. നല്ലോണം മഴയും പെയ്യുന്നുണ്ട്. ഹീറോയെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന അളവിൽ ഹീറോ താങ്ങുന്നുണ്ട്. മഴ പോലും നനയാൻ വിടാതെ കൂടെ എടുത്ത് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ തനിക്കറിയാവുന്ന ഹയ്യസ്റ്റ് ലവ് ഇവർ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവർ റൂമിലേക്ക് വന്നിട്ടുണ്ട്. കല്യാണമായ ആദ്യ ദിവസം കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കാം, ഫസ്റ്റ് നൈറ്റൊക്കെ നടക്കും എന്നൊക്കെയുള്ള പല ആഗ്രഹങ്ങളോടെ ഹീറോയിൻ ഇരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ വന്നത് മുതൽ നീ ഭയങ്കര ടയർഡാവും, നീ റെസ്റ്റ് എടുക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കാരണം എന്നാൽ നമ്മുടെ ഹീറോ നല്ലൊരു അമാച്ചിയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഭയങ്കര പേടിയുള്ള ആളാണ്. ഹീറോയിനെ കണ്ടതും വിറക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിൻ അപ്സെറ്റ് ആകുന്നുണ്ട്. കാരണം ഇവർ ആഗ്രഹിച്ച ഹസ്ബൻഡ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഫണ്ണായിട്ടുള്ളൊരു ഹസ്ബൻഡിനെയാണ്. പക്ഷേ ഇവരിങ്ങനെ സാധു ആയതുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം തീർന്ന് രാവിലെ ആകുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ സ്വന്തം വീട്ടിലാണെന്ന പോലെ വൈകി എണീച്ച് നല്ല ബൊമ്മക്കുട്ടിയായിട്ട് റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട്. ഓൾറെഡി ഹീറോയുടെ അമ്മക്ക് ഹീറോയിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നിരുന്ന് കോഫി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട അവർ സ്വന്തക്കാരെല്ലാം വരുന്നുണ്ട്, മര്യാദക്ക് പോയിട്ട് പുകടുണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്തോന്ന് പുകടെ, അതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, സത്യത്തിൽ എനിക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോയുടെ അമ്മ ഒരു ഉച്ച താണ്ഡവം ആടാൻ തുടങ്ങുന്നുണ്ട്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ ടേബിളിലുള്ള പലഹാരമൊക്കെ നീയാണ് ഉണ്ടാക്കിയത് എന്നാണല്ലോ നിൻ്റെ അമ്മ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കാൻ നീ എൻ്റെ അമ്മ എനിക്ക് ഫ്ലൈറ്റ് വരെ ഓട്ടാൻ അറിയുമെന്ന് പറയും. അതൊക്കെ നിങ്ങൾ വിശ്വസിക്കാൻ പാടുണ്ടോ? എനിക്ക് ഈ ഒരു വീട്ടുജോലിയൊന്നും അറിയില്ല, എന്നാൽ മേക്കപ്പ് എന്ന് വന്നാൽ എന്നെ വെല്ലാൻ ആരുമില്ല. നിങ്ങൾക്ക് ഞാൻ മേക്കപ്പ് ഇട്ട് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് 20 വയസ്സ് കുറയും എന്നൊക്കെ ഹീറോയിൻ അറിയാവുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ട് അമ്മ ദേഷ്യപ്പെടുമ്പോൾ അപ്പോൾ കൂടെ ഹീറോ എന്താണ് ചെയ്യുന്നത് എന്നാൽ ഹീറോയിനെ രക്ഷിക്കുന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ പുകടല്ലേ വേണ്ടത്, ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഹീറോ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു വീട്ടിലെ ആദ്യ ദിവസവും തീരുമ്പോൾ രാത്രിയാകുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും ഇന്നെങ്കിലും എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഹീറോയോട് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നതോട് കൂടെ എന്നെ കാണാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ വേറെ പെണ്ണുങ്ങളായിട്ടൊന്നും ലവ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2 വർഷം മുന്നേ 2 മിനിറ്റ് മാത്രം കണ്ട ആ ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു പെണ്ണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെടാൻ ആ ഒരു പെണ്ണിൽ എന്താണുള്ളത് എന്ന് ചോദിക്കും. അവളാണെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെ ഭയങ്കര ഹോംലിയാണ്, ഞാനാണെങ്കിൽ ഭയങ്കര ഭക്ഷണപ്രിയനാണല്ലോ. അവളാണെങ്കിൽ നല്ലോണം ചെയ്യും, വീട്ടുജോലിയൊക്കെ അവൾ ഒറ്റയ്ക്ക് ചെയ്യും. അതുപോലെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ബ്രേക്കില്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഹീറോയിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുന്നുണ്ട്. കാരണം നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടുജോലിയൊന്നും അറിയില്ല. ഇതെല്ലാം ഫുള്ളായിട്ട് കേട്ടിട്ട് ഇപ്പോൾ വീട്ടുജോലി ചെയ്യുന്ന പെണ്ണിനെയാണ് ഇഷ്ടം, പാചകം ചെയ്യുന്ന പെണ്ണിനെയാണ് ഇഷ്ടം എന്ന് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് ഹീറോയിന് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഹീറോ വേറൊരു കാര്യം പറയാൻ വന്നിട്ട് ഹീറോയിന് വേറെ പോലെ മനസ്സിലായ ഹീറോയിൻ അങ്ങനെ ഒച്ചുണ്ടാക്കുമ്പോൾ ഹീറോ റെസ്റ്റ് റൂമിൽ പോയിട്ട് കഥ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർക്ക് 2 പേരും സിങ്ക് ആവാതിരുന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഹീറോയിനും ഇല്ല, വേറൊരു സൈഡിൽ ഹീറോയിൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഹീറോക്കും അറിയില്ല. ഇങ്ങനെ ദിവസങ്ങളും കടന്നു പോകുന്നുണ്ട്. ഇതിലാണ് ഹീറോയുടെ അമ്മ എപ്പോൾ നോക്കിയാലും കംപ്ലൈൻറ്റ്, വീട്ടിലൊരു ജോലിയും ചെയ്യുന്നില്ല, അങ്ങോട്ട് നോക്ക് അവൾ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഹീറോയുടെ അച്ഛന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ചൂടാവുന്നുണ്ട്. ഇങ്ങനെ ഹീറോയിൻ്റെയും ജീവിതം പ്രശ്നങ്ങളോട് കൂടി കടന്നു പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ സ്വന്തം സൈഡിൽ നിന്ന് തനിക്കുള്ള ഒരേ ഒരു ഫ്രണ്ടിൽ നിന്ന് അഡ്വൈസ് ചോദിക്കുന്നുണ്ട്. ഹീറോയിന് ഫാമിലിയിൽ വിളിച്ച് അഡ്വൈസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് എന്താണ് പറയുന്നത് എന്നാൽ അതെങ്ങനെ വിടാൻ പറ്റും മച്ചാനെ, നീയാണ് തുടങ്ങേണ്ടത്. രാവിലെ വെളുപ്പിലൊരു തുണ്ട് കൊടുത്ത് ചായ ഉണ്ടാക്കി തരാൻ പറ, ലഞ്ച് ഉണ്ടാക്കാൻ പറ, അതെടുക്കാൻ പറ എന്ന് ഇവനൊരു സൈഡിൽ ഇങ്ങനെയുള്ള ഐഡിയ കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ്റെ സൈഡിൽ എന്താ വല്ലതും നടന്നതെന്ന് ചോദിക്കുന്നു. എവിടെ നടക്കാൻ, ഞങ്ങൾക്കുള്ളിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ നിന്ന് എന്താണ് പറയുന്നത് എന്നാൽ നീ അവർ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ, അങ്ങനെ ഇങ്ങനെ ഇരുന്നാലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുക എന്ന് അവരൊരു സൈഡിൽ അഡ്വൈസ് കൊടുക്കും. അടുത്ത ദിവസം ഹീറോയിൻ എന്താണ് ചെയ്യുന്നത് എന്നാൽ അവരുടെ മുന്നിൽ സാരി ചുറ്റി വന്ന് ഹീറോ എന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കിയാൽ അത് കണ്ട് ഹീറോ പുറത്തേക്ക് പോകുന്നുണ്ട്. സോറി എന്നൊക്കെ പറഞ്ഞിട്ട്
ശരി, പുറത്ത് പോയിട്ടെങ്കിലും തുണി ആറിയിടുന്ന പോലെ കാണിച്ചിട്ട് ഹീറോയെ മയക്കാൻ നോക്കുമ്പോൾ ഹീറോയ്ക്ക് പകരം ഹീറോയുടെ അമ്മ കാണുന്നുണ്ട്. അതൊക്കെ ഒരേ ഒരു ധർമ്മസങ്കടമായിട്ട് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഹീറോയിനെ എങ്ങനെ വിരട്ടം എന്ന് ഹീറോ പ്രാക്ടീസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു മോശപ്പെട്ട വ്യക്തിയല്ല നമ്മുടെ ഹീറോ. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് കുറച്ച് സിങ്ക് ആവാൻ വേണ്ടിയിട്ട് മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്തെങ്കിലും ചെയ്യണം എന്ന് നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും വരുന്നില്ല. സോറി പറഞ്ഞിട്ട് പുതച്ചു മൂടി കിടക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോയിൻ്റെ വീട്ടിൽ നിന്ന് കോൾ വരുന്നുണ്ട്. എന്തായി വല്ലതും നടന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് നടക്കാൻ, ഒന്നും നടന്നിട്ടില്ല. ഇതാണ് ഞാൻ ലവ് ചെയ്ത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്. ഇവരാണെങ്കിൽ റൊമാൻസിന് സെറ്റേ ആവില്ല. ഞങ്ങൾക്കുള്ളിൽ ഒന്നും നടന്നിട്ടില്ല. ആരംഭിക്കുമ്പോൾ എന്തോ നല്ല പോലെ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഫ്യൂസ് പോകുന്നുണ്ട്. നല്ല വേസ്റ്റാണ് എന്നിങ്ങനെ ഇവരെ പാട്ടിന് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്. രണ്ടുപേർക്കും മാത്രം അറിയേണ്ട ഒരു പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഫാമിലിയോട് ഷെയർ ചെയ്തെന്ന് ആലോചിച്ചിട്ട് തൻ്റെ ഒരേ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ചായിട്ട് ഹീറോയിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്.